അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളതിനോട് ചേർത്ത് പലയിടത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് സക്കാത്ത്. വഅഖീമുസ്സലാത്ത വആത്തുസ്സക്ക, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. എന്നാൽ പലപ്പോഴും ധനം ചിലവഴിക്കേണ്ട കാര്യമായതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യത്തിൽ വൈമുഖ്യം കാണിക്കുകയും നിസ്കാരം പോലെ സമ്പത്ത് ചെലവാക്കേണ്ടതില്ലാത്ത ആരാധനകൾ കൂടുതലായി നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. സമ്പത്ത് കൂട്ടിവെക്കുകയും സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പരിണതിയെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, മൻ ആത്താഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സക്കാത്ത മാലിഹി, ഒരാൾക്ക് അല്ലാഹു തആല സമ്പത്തിന് നൽകുകയും അവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്തിനെ അവൻ അർഹമായ രീതിയിൽ കൊടുത്തു വീട്ടുകയും ചെയ്യുന്നില്ല എങ്കിൽ ആ സമ്പത്ത് ഭീകരരൂപിയായ വിഷലിപ്തമായ ഒരു പാമ്പായി രൂപാന്തരപ്പെടുത്തപ്പെടുകയും ആ പാമ്പ് അവൻ്റെ കണ്ടാഭരണമായി പരലോകത്ത് അവൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുകയും അന കൻസുക്ക അന മാലുക്ക, ഞാൻ നിൻ്റെ നിക്ഷേപമാണ്, നിൻ്റെ സമ്പത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പ് അവൻ്റെ പാമ്പായി സർപ്പമായി രൂപാന്തരം പ്രാപിച്ച അവൻ്റെ സമ്പത്ത് തന്നെ അവനെ വേട്ടയാടി അവനെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ആഖിറത്തിലുണ്ടാകുന്ന പരിണതി മാത്രമല്ല, സക്കാത്ത് അർഹമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ, അത് അർഹരിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ കെടുതികളും വിനകളും ഇഹലോകത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ജനത അവരുടെ സമ്പത്തിൻ്റെ സക്കാത്ത് വീടുന്നില്ലെങ്കിൽ അല്ലാഹു തആല അവരെ ദുരന്തങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പരീക്ഷിക്കുന്ന അവസ്ഥ വരുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. സർവോപരി ഇന്ന് നമ്മുടെ ലോകത്ത് ഈ കാണുന്ന അസമാധാനങ്ങൾക്കും അശാന്തികൾക്കും അക്രമങ്ങൾക്കും അനീതികൾക്കുമുള്ള വലിയൊരു കാരണം തന്നെ സമ്പത്തിനോടുള്ള അമിതമായ ആസക്തിയാണ്, ദുരയാണ്. അത് എങ്ങനെയും വാരിക്കൂട്ടി അത് ആസ്വദിക്കുവാനുള്ള മനുഷ്യൻ്റെ ത്വരയാണ് കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് എന്നാൽ പലപ്പോഴും ആ ലക്ഷ്യം പോലും പലപ്പോഴും നിറവേറപ്പെടാറില്ല. ഇത് പല രീതിയിൽ അല്ലാഹു തആല നമ്മെ തെര്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത്, സമ്പത്തിൻ്റെ ആധിക്യം, കേവലമായ സമ്പത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഒരു വികാസമല്ല, അതൊരു പുരോഗതിയല്ല. സമ്പത്തിൻ്റെ സമതുലിതമല്ലാത്ത ഒരു ശേഖരണം, അത് എവിടെയെങ്കിലും കുമിഞ്ഞുകൂടൽ, അത് യഥാർത്ഥത്തിൽ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം നാശമാണ്. യംഹഖുല്ലാഹു റിബാ വ യുർബി സദഖാത്ത്, അള്ളാഹു പലിശയെ നശിപ്പിക്കുകയും ദാനങ്ങളെ വളർത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പലിശ നാശഹേതുകമാണ്. എന്നാൽ ദാനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അതൊരു ചുരുങ്ങലായി, സമ്പത്ത് ചുരുങ്ങലായി കുറയലായി തോന്നുമെങ്കിലും ദാനത്തിലൂടെ സംഭവിക്കുന്നത് സമ്പത്തിൻ്റെ വളർച്ചയാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിങ്കൽ വളർച്ചയായതുകൊണ്ട് തന്നെയാണ് സക്കാത്ത് ശേഖരിക്കാനും വിതരണം നടത്താനും പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന ആയത്തിൽ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, പ്രവാചകരെ അവരുടെ സമ്പത്തിൽ നിന്ന് ദാനത്തെ ശേഖരിക്കുകയും പിടിച്ചെടുക്കുകയും
അതുപോലെ ആ സമ്പത്ത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്, അവരെ വളർത്തുന്നതുമാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വതക്കത്തിന്, അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കയെ പിടിച്ചെടുക്കുക. തുതഹിറുഹും വ തുസക്കീഹിം ബിഹ, അതിലൂടെ താങ്കൾ ചെയ്യുന്നത് അവരെ ശുദ്ധീകരിക്കുകയും അവരെ വളർത്തുകയുമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ സമ്പത്തിനോടുള്ള ഒരു ദാസ്യം, അടിമത്വം എന്ന് പറയുന്നത് ഒരിക്കലും ആത്യന്തികമായി മനുഷ്യന് ഗുണമല്ല. സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം ഉണ്ടാകുമ്പോഴാണ്, അതിൻ്റെ വിതരണം സമൂഹത്തിൽ സമതുലിതമായി സംഭവിക്കുമ്പോഴാണ് നീതി പുലരുക. കൈലാ യകൂന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും, സമ്പത്ത് നിങ്ങളിലെ സമ്പന്നന്മാർക്കിടയിൽ മാത്രമായി കറങ്ങാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തേണ്ടതാണ്. അതല്ലാതെ സമ്പത്തിനെ കെട്ടിപ്പൂട്ടി വയ്ക്കുന്ന, അതിനെ കുത്തകവൽക്കരിക്കുന്ന, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ അത് ശേഖരിക്കുന്ന, സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തഇസ അബ്ദു ദീനാരി വ ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമകൾ നശിച്ചവരാണ്, അവർ തുലഞ്ഞവരാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് തൗഹീദിൽ നിന്ന് പോലും നമ്മെ വ്യതിചലിപ്പിക്കുന്ന കാര്യമാണ്. വവൈലുല്ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന സക്കാ, സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്കാകുന്നു സർവനാശവും എന്ന് ഒരിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്. അവ മുശ്രിക്കാകാതിരിക്കുന്നതിന്, ശിർക്കിൽ അകപ്പെട്ടവർ ആകാതിരിക്കുന്നതിന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, സക്കാത്ത് അർഹമായ രീതിയിൽ കൊടുക്കണം. അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ചും മുശ്രിക്കീങ്ങൾ എന്നാണ് അല്ലാഹു തആല ഒരിടത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സക്കാത്തായി നമ്മൾ ദാനം നമ്മൾ നൽകുന്നത് ഒരിക്കലും സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടലല്ല. മാ നഖസ സദഖത്തും മിൻ മാലിൻ, ഒരു ദാനവും സമ്പത്തിനെ ചുരുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ ചെലവഴിക്കുന്ന ഏതൊരു നല്ലതും അത് അല്ലാഹുവിങ്കൽ ഒരു നിക്ഷേപമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്, അത് അല്ലാഹുവിങ്കൽ നമുക്ക് വേണ്ടി വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് സമ്പത്തിനോട് കെട്ടുപെട്ട് കിടക്കുന്ന ഒരു സഹജമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിമുക്തമാവുകയും അല്ലാഹു നിർദ്ദേശിച്ച ആ വിഹിതം നമ്മൾ അർഹരായവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏതോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിച്ചവരാവുകയില്ല എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ തോട്ടം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ആ ഉത്തമ നൂറ്റാണ്ടിലെ മാതൃകാ പുരുഷന്മാരിൽ മാത്രം പരിമിതപ്പെടുന്ന, അല്ലെങ്കിൽ പരിമിതപ്പെടേണ്ട ഒരു കാര്യമായി നമ്മൾ അതിനെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ അന്യം നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അസന്തുലിതാവസ്ഥകളും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി സക്കാത്ത് അർഹമാവണ്ണം കൊടുക്കുവാൻ നാം തയ്യാറാവുക. അങ്ങനെ ഐഹികവും പാരത്രികവുമായ എല്ലാ വിജയ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ അർഹരായിത്തീരുക.